2004 നവംബർ 15 ഡെൽമർ, ന്യൂയോർക്ക്. 52 വയസ്സുള്ള പീറ്റർ പോർക്കോയും അയാളുടെ ഭാര്യ ജോൺ പോർക്കോയും രാത്രിയിൽ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം അവരുടെ വീടിനുള്ളിൽ ഒരാൾ അതിക്രമിച്ചു കയറി. അതിനുശേഷം അയാൾ ജോൺ പോർക്കോയും പീറ്റർ പോർക്കോയും ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ ബെഡ്റൂമിലെത്തി. ഒട്ടും സമയം കളയാതെ നല്ല ഉറക്കത്തിലായിരുന്ന പീറ്ററിനെ ഒരു കോടാലി കൊണ്ട് 16 തവണയും അടുത്ത് കിടന്നിരുന്ന ജോണിനെ 3 തവണയും വെട്ടിയിട്ട് അയാൾ അവിടുന്ന് പോയി. എല്ലാ ദിവസവും മുടങ്ങാതെ ജോലിക്ക് പോകുന്ന പീറ്റർ അന്ന് ജോലിക്കെത്താതാവുകയും കോൾ ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ലാത്തതിനെ തുടർന്ന് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഓഫീസിലുള്ളവർ പോലീസിനെ വിവരമറിയിച്ചു. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ പീറ്ററിന്റെ വീട്ടിലെത്തി. വീടിന്റെ ഫ്രണ്ട് ഡോർ ഒരൽപ്പം തുറന്നു കിടക്കുകയാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറിയ പോലീസ് ഓഫീസർ കണ്ടത് ഹാൾവേയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പീറ്ററിന്റെ ഡെഡ് ബോഡിയാണ്. അതിനുശേഷം രക്തത്തുള്ളികൾ ഫോളോ ചെയ്ത് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലെത്തിയ ഓഫീസർ കണ്ടത് ബെഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജോണിനെയാണ്. മാത്രമല്ല, കൊലയാളി ഉപയോഗിച്ച കോടാലിയും അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത്. ജോൺ മരിച്ചിട്ടില്ല. അത് കണ്ട് ഷോക്കായ ഓഫീസർ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളാണ് ഈ കേസ് സോൾവ് ചെയ്യാൻ കാരണമായത്. സോ പോലീസ് ജോണിനോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? മാത്രമല്ല, 16 തവണ കോടാലി കൊണ്ട് വെട്ടേറ്റ പീറ്റർ എങ്ങനെയാണ് താഴത്തെ നിലയിൽ ഹാൾവേയിൽ എത്തിയത്? ആരായിരുന്നു ആ കൊലയാളി? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായി വീഡിയോയുടെ താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ.